ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് ഒരു ബനാന ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ബനാന ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് പഴം, നല്ല കട്ട പാല്, പഞ്ചസാര, ആവശ്യമനുസരിച്ച് നമുക്ക് വെള്ളവും ചേർക്കാം കേട്ടോ. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോരോ ജ്യൂസുകൾ ഞാൻ ദിവസവും പരീക്ഷിച്ച് നോക്കാറുണ്ട് കേട്ടോ. ഇതിനായി തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂവമ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ നന്നായി തോല് കളഞ്ഞ ശേഷം ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ബനാന ജ്യൂസിന് എനിക്കിഷ്ടം പൂവമ്പഴമാണ്, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് പൂവമ്പഴമാണ് കേട്ടോ. ബനാന ജ്യൂസ് നമുക്ക് പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാം കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മുത്തശ്ശനാണ് കേട്ടോ എനിക്ക് ഈ ബനാന ജ്യൂസ് ആദ്യമായി തന്നെ അങ്ങനെ ഉണ്ടാക്കി തരുന്നത്. അന്ന് മുതൽ തന്നെ എനിക്ക് ഈ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്തതിന് ശേഷം കുറച്ച് പാല് ചേർക്കണം കേട്ടോ. എനിക്ക് കട്ടപ്പാൽ കിട്ടിയില്ല, പകരം പാലാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം കേട്ടോ. പാല് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കുകയാണേ. ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഏകദേശം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് ജ്യൂസ് ജാറിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണേ.